കീരമ്പാറ പഞ്ചായത്തിൽ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് കാട്ടാന ശല്യം വ്യാപിക്കുന്നു. പുന്നേക്കാട് കൃഷ്ണപുരം നഗറിനുള്ളിലെ വീടുകൾക്കടുത്ത് കഴിഞ്ഞ രാത്രി ആന ഇറങ്ങിയിരുന്നു. ചേലമല പ്ലാന്റേഷനിൽ തമ്പടിക്കുന്ന ആനകളുടെ എണ്ണത്തിൽ വർധനയുണ്ടായത് ശല്യം വർദ്ധിക്കാൻ കാരണമായിട്ടുണ്ട്. പ്ലാന്റേഷനിൽ നിന്ന് ആനകളെ തുരത്തുന്നതിൽ വീഴ്ചയുണ്ടെന്ന ആരോപണവും ഉയർന്നിട്ടുണ്ട്. പുന്നേക്കാടിന് സമീപത്തെ കൃഷ്ണപുരം നഗറിൽ ശനിയാഴ്ച പുലർച്ചെയാണ് ഒരു ആന കടന്നു കയറിയത്. അടുത്തടുത്താണ് ഇവിടെ വീടുകൾ. ശബ്ദം കേട്ട് ആളുകൾ ഉണർന്ന് ഒച്ചവെച്ചതോടെയാണ് ആന മടങ്ങിയത്. കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും ജനങ്ങൾ ഭയപ്പാടിലായിരിക്കുകയാണ്. ചേലമല വനത്തിലും പ്ലാന്റേഷനിലുമായി തമ്പടിച്ചിട്ടുള്ള ആനകളാണ് ജനവാസ മേഖലയിലേക്ക് കടന്നു കയറുന്നത്. ഇടയ്ക്കിടെ പ്ലാന്റേഷനിൽ നിന്ന് ആനകളെ തുരത്തുന്നുണ്ടെങ്കിലും മണിക്കൂറുകൾ കഴിയുന്നതോടെ ഇവ മടങ്ങിയെത്തുകയാണ്. പ്ലാന്റേഷനിൽ 8ഓളം ആനകൾ സ്ഥിരമായുണ്ട്. ഇതിനു പുറമെ വനത്തിൽ നിന്നും പെരിയാർ കടന്ന് കൂടുതൽ ആനകൾ എത്തുന്നതോടെയാണ് ജനവാസ മേഖലയിലേക്കുള്ള കടന്നുകയറ്റവും വർദ്ധിക്കുന്നത്. ആനശല്യത്തിന്റെ കാര്യത്തിൽ വനം വകുപ്പിന്റെ ഭാഗത്തുനിന്ന് തികഞ്ഞ അനാസ്ഥയാണ് കാണിക്കുന്നതെന്ന ആക്ഷേപം ശക്തമാണ്. വനത്തിൽ നിന്ന് ആനകളെ തുരത്തുന്നതിലും ആനകൾ പുഴ കടന്നെത്തുന്നത് തടയുന്നതിലും വനപാലകർ കാഴ്ചക്കാരാവുകയാണ്. പഞ്ചായത്ത് അധികൃതർക്കെതിരെയും പരാതി ശക്തമാണ്. മണൽ അടിഞ്ഞ് ആഴം കുറഞ്ഞതിനാലാണ് ആനകൾക്ക് അനായാസം പെരിയാർ കടക്കാൻ കഴിയുന്നതെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. ആനകളെ പ്രതിരോധിക്കുന്നതിനായി സ്ഥാപിച്ച ഫെൻസിംഗ് യാതൊരു പ്രയോജനവും ചെയ്യുന്നില്ല. ട്രെഞ്ച് താഴ്ത്തുക എന്ന ആവശ്യത്തോട് വനം വകുപ്പും സർക്കാരും മുഖം തിരിക്കുകയും ചെയ്യുന്നു. GTV ന്യൂസ്, കോതമംഗലം.